ഗണപതി ഭഗവാന് മുമ്പിൽ ഏത്തമിടുന്നതിന് പിന്നിൽ രസകരമായ ഒരു കഥയുണ്ട്. കുട്ടി ഗണപതി മഹാവികൃതിയായിരുന്നു. ഒരു ദിവസം അച്ഛനായ പരമശിവന്റെ ശിരസിലിരിക്കുന്ന ചന്ദ്രക്കലയെടുത്ത് കഴിക്കുവാൻ അവൻ ശ്രമിച്ചു. ഒരു തരത്തിൽ ശിവൻ അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. ആ സമയത്ത് പരമശിവനെ കാണുവാനായി മഹാവിഷ്ണു കൈലാസത്തിൽ എത്തിച്ചേർന്നു. അച്ഛൻ്റെ ശിരസിലെ ചന്ദ്രക്കല കിട്ടാതെ വിഷമിച്ചിരുന്ന ഉണ്ണിഗണപതി മഹാവിഷ്ണുവിൻ്റെ കയ്യിലെ സുദർശന ചക്രത്തിൽ നോട്ടമിട്ടു. എങ്ങനെയെങ്കിലും അത് കൈക്കലാക്കണമെന്ന് ഗണപതി കുഞ്ഞൻ തീരുമാനിച്ചു. മഹാവിഷ്ണുവും പരമശിവനും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് സൂത്രത്തിൽ ഗണപതി സുദർശന ചക്രം കൈക്കലാക്കി. മഹാവിഷ്ണു നോക്കിയപ്പോൾ തൻ്റെ സുദർശന ചക്രം കാണാനില്ല. കാര്യം മനസ്സിലാക്കിയ ശിവപാർവതിമാർ ഗണപതിയോട് ചക്രം തിരിച്ചു കൊടുക്കുവാൻ ആവശ്യപ്പെട്ടു. അവൻ പെട്ടെന്ന് തന്നെ അതെടുത്ത് തൻ്റെ വായിലിട്ടു. എന്നിട്ടൊരു കുസൃതി ചിരിയും ചിരിച്ചു. എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഗണപതിയുടെ വായിൽ നിന്ന് സുദർശന ചക്രം എടുക്കുവാൻ സാധിച്ചില്ല. ഉടൻ മഹാവിഷ്ണു ഒരു സൂത്രം പ്രയോഗിച്ചു. ഗണപതിക്കുട്ടൻ്റെ മുൻപിൽ നിന്ന് അദ്ദേഹം ഏത്തമിടാൻ ആരംഭിച്ചു. അതുകണ്ട് കുട്ടി ഗണപതി ഉറക്കെ ചിരിക്കുവാൻ തുടങ്ങി. ആ തക്കം ഉപയോഗിച്ച് മഹാവിഷ്ണു ഗണപതിയുടെ വായിൽ നിന്ന് സുദർശന ചക്രം തിരിച്ചെടുത്തു. അന്നു മുതൽക്കാണ് ഗണപതി ഭഗവാനെ സന്തോഷിപ്പിക്കുവാനായി ഭക്തർ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഏത്തമിടാൻ ആരംഭിച്ചത്.